അല്ലെങ്കിൽ എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അതെ, താൻ പോയി ഒരു ലെമൺ സോഡ ഉണ്ടാക്കിക്കൊണ്ടോ പോ. എനിക്ക് അടുക്കളയിൽ വേറെ ജോലിയുണ്ട്. എന്ത് ജോലി? ഞാൻ പറഞ്ഞത് കേട്ടതിന് ശേഷം മതി അടുക്കളയിലെ ജോലി, കേട്ടോ? കള്ളു കുടിച്ചിട്ട് വന്ന തലവേദനയില്ലേ, അത് സ്വയം അങ്ങ് മാറ്റിയാ മതി. എന്താ വീമ്പ് പറച്ചില്? കുടിച്ച ബ്രാൻഡ് മാറിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണം ഉണ്ടാവും. രാത്രി വല്ലതും കഴിച്ചായിരുന്നോ? ഞാൻ മറന്നുപോയി. ആ, അങ്ങനെ മറക്കുമ്പോഴേ ഇങ്ങനെ തിരിച്ച് സംഭവിക്കും. കുറച്ചു നേരെ തലവേദന സഹിച്ചവിടെ ഇരിക്കെ, അപ്പോഴേ മനസ്സിലാവും ഈ വലിച്ചു കയറ്റുന്നൊക്കെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാണ്. താൻ എന്നെ ഉപദേശിക്കാനൊന്നും നിൽക്കണ്ട. എന്റെ കാര്യത്തിൽ ഇടപെടുന്ന എനിക്ക് ഇഷ്ടമല്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ ഇടപെടുന്നില്ലല്ലോ. ലെമൺ സോഡ വേണമെന്നുള്ളതും സ്വന്തം കാര്യല്ലേ, അതിൽ ഞാൻ ഇടപെടുന്നില്ല. ഓ നന്ദിനി, പ്ലീസ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ. ഒരു ലെമൺ സോഡ കുടിച്ചില്ലേ എനിക്ക് ദേഷ്യം വരും. വന്നോട്ടെ, അതിന് എനിക്കെന്താ. ഇനിയെങ്കിലും അതൊഴിച്ച് ഗ്ലാസ്സിൽ വെക്കുമ്പോ ഇത് ഓർമ്മയുണ്ടായിരുന്നാ മതി. അപ്പൊ പതുക്കെ പതുക്കെ ഈ ശീലമൊക്കെ അങ്ങ് മാറും. അത് നടക്കില്ല. എന്റെ മദ്യപാനം നിർത്താൻ താനല്ല, തന്റെ ആരെ കൊണ്ടും പറ്റില്ല. പ്രതിജ്ഞയൊക്കെ നല്ലതാ. അങ്ങനെ പ്രതിജ്ഞ എടുക്കുന്നവര് അയ്യോ തലവേദനിക്കുന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് ശരിയല്ല. ഞാൻ പോവാ. നന്ദിനി, താൻ ലെമൺ സോഡ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ടോ ഇല്ലയോ? അത് പ്രതീക്ഷിച്ച് ഇവിടെ ഇരിക്കണ്ട, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരില്ല. അസുഖത്തിന് മരുന്ന് വേണമെങ്കിൽ തരാം, സുഖിച്ചതിന് മരുന്ന് ഞാൻ തരില്ല. നന്ദിനി, ഇതിന് താൻ അനുഭവിക്കും.